ഹലോ ഗായ്സ്, എല്ലാവർക്കും ബാനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒട്ടുമിക്ക നമ്മളെല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു വെബ് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ട്രിക്സും ടിപ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൂഗിൾ ക്രോമിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ് പേജ് നമുക്ക് മറ്റൊരു ഡിവൈസിലേക്ക് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഡെസ്ക്ടോപ്പിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ്, അതേ വെബ്സൈറ്റ് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്ത് കാണണം. സോ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ സാധാരണയായി ചെയ്യാറുള്ള ഒന്നുകിൽ ആ URL കോപ്പി ചെയ്ത് നമ്മൾ ചെയ്തെടുത്ത് ആ വെബ്സൈറ്റിലേക്ക് എത്തുക, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് തന്നെ സെർച്ച് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ക്രോം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ വെബ്സൈറ്റ് നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതെങ്ങനെ നമുക്ക് നോക്കാം. സോ ഇത്തരത്തിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന യൂട്യൂബാണ്. അതിനുശേഷം ആ URL ബാറിന് റൈറ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഷെയർ ദിസ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് സെൻഡ് ടു യുവർ ഡിവൈസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള എല്ലാ ഡിവൈസിലൂടെ കാണാൻ വേണ്ടി കഴിയും. സോ അതിനുള്ളിൽ നമുക്ക് ഏത് ഡിവൈസിലേക്കാണോ അത് ഷെയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് എൻ്റെ മൊബൈലാണ്. സോ ഞാൻ മൊബൈൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അഡ്രസ് ബാറിൻ്റെയായിട്ട് അവിടെ സെൻഡിങ് എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി കഴിയും. സോ ഇപ്പോൾ അത് സെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാനിപ്പോൾ എൻ്റെ മൊബൈൽ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ മൊബൈൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ആ ഒരു URL ഒരു നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു വെബ് പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഗൂഗിൾ ക്രോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏതൊരു ഇമേജിലും നമുക്ക് ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അതെങ്ങനെ നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഒരു ഇമേജ് എടുത്ത് ആ ഇമേജിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സെർച്ച് ഇമേജ് വിത്ത് ഗൂഗിൾ ലെൻസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ ഗൂഗിൾ ലെൻസ് ഗൂഗിൾ ലെൻസിൻ്റെ വിൻഡോ ഓപ്പണായി വരും. സോ ഈ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഇമേജിനുള്ളിലോ ടെക്സ്റ്റ് കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും സിമിലർ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. അടുത്തായിട്ട് പറയാൻ വേണ്ടി പോകുന്ന ഒരു ട്രിക്ക്, നമ്മൾ ക്രോമിൽ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ട്രിക്കാണ്. അപ്പം നമുക്കതെന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഈ ഒരു അഡ്രസ് ബാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു മീഡിയ കൺട്രോളിംഗ് ടൂൾ കാണാൻ വേണ്ടി കഴിയും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മിനി വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു മിനി വിൻഡോയിൽ നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ബാക്ക്വേഡ് ചെയ്യാൻ, പോസ് ചെയ്യാൻ, ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ലഭ്യമാണ്. സോ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആ ഒരു ഓപ്ഷൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ റെക്ടാങ്കിൾ ഐക്കൺ കാണാൻ വേണ്ടി കഴിയും. എൻ്റെ പിക്ചർ ഇൻ പിക്ചർ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വിൻഡോയിൽ കാണാൻ വേണ്ടി കഴിയും. പിക്ചർ ഇൻ പിക്ചർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു യൂട്യൂബ് വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. സോ ഗൈസ്, നമ്മൾ ക്രോം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഹിസ്റ്ററി ആക്സസ് ചെയ്യാതെ തന്നെ നമ്മൾ നേരത്തെ പ്രീവിയസ്ലി യൂസ് ചെയ്ത വെബ് പേജിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി ജസ്റ്റ് നമ്മുടെ ആ ഒരു ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെയായിട്ട് നമ്മൾ യൂസ് ചെയ്ത വെബ്സൈറ്റുകളെല്ലാം തന്നെ കാണാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ വെബ് പേജുകൾ കാണാൻ വേണ്ടി കഴിയും. അതിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്ത് അതിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. സോ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ട്രിക്കാണ്. നമുക്ക് ഹിസ്റ്ററി ആക്സസ് ചെയ്യാതെ തന്നെ നമ്മൾ പ്രീവിയസ് യൂസ് ചെയ്ത വെബ്സൈറ്റിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. ഡെയിലി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റുകൾ, അതായത് ജിമെയിൽ പോലെ നമ്മൾ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വെബ്സൈറ്റുകൾ നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം തന്നെ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതെങ്ങനെയെന്ന് നോക്കാം. സോ ഇത്തരത്തിൽ വെബ്സൈറ്റുകൾ ഓപ്പണായി വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അതിന് തന്നെ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്ന ശേഷം ഓൺ സ്റ്റാർട്ടപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ വേണ്ടി കഴിയും. സോ അപ്പോൾ ഇവിടെ ഡീഫോൾട്ടായിട്ട് കാണുന്നത് ഓപ്പൺ ദ ന്യൂ ടാബ് പേജ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതിന് താഴെയായിട്ട് നമുക്ക് കണ്ടിന്യൂ വെയർ യു ലെഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ക്രോം ഏത് വെബ് പേജ് വെച്ചാണോ ക്ലോസ് ചെയ്യുന്നത് ആ വെബ് പേജ് തന്നെ നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോഴും ഓപ്പണായി വരുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനായ ഓപ്പൺ എ സ്പെസിഫിക് പേജ് ഓർ സെറ്റ് ഓഫ് പേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്പെസിഫിക് വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ ക്രോം ഓപ്പണായി വരുന്നതോടൊപ്പം തന്നെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതിനുവേണ്ടി ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം ആഡ് എ ന്യൂ പേജ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഏത് വെബ്സൈറ്റാണോ ഓപ്പണായി വരേണ്ടത് ആ ഒരു വെബ്സൈറ്റിൻ്റെ URL കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂട്യൂബ് ചാനലിൻ്റെ URL ആണ് ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത്. സോ പേസ്റ്റ് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റും
ക്രോമിനോടൊപ്പം തന്നെ ഓപ്പൺ ആയി വരും. സോ ഗൈസ്, ഇത്രയൊക്കെയാണ് നമ്മുടെ ഗൂഗിൾ ക്രോമിലെ ട്രിക്സ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം.